അപ്പൊ ഇനി എന്താണ് നമ്മുടെ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? സിനിമയെ കുറിച്ച് ഇപ്പോ പറഞ്ഞ അത് കഥയെ ബാധിക്കും. നമ്മള് സസ്പെൻസ് മൂവിയാണോ അത്? പേര് മാന്ത്രികൻ അച്ഛൻ അങ്ങനെ എന്താ അച്ഛനാണ് മാന്ത്രികൻ. കഥ പറഞ്ഞു തന്നാ അതിന്റെ ഫ്ലോ. കട്ടപ്പാടം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? കട്ടപ്പാടം സ്ഥലം, കട്ടപ്പാടത്തെ മാന്ത്രികൻ. ആ ഒരു സ്ഥലത്തുള്ള ഒരു മാന്ത്രികനാണ്. മാന്ത്രികന്റെ കഥ പറയുന്നതാണ് നമ്മുടെ ഈ സിനിമ. മാന്ത്രികൻ ആരാണെന്ന് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് സിനിമയുടെ തുടക്കം തന്നെ ടൈറ്റിൽ കാണിക്കുമ്പോൾ റിവീൽ. അപ്പൊ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ മണ്ണാർക്കാട്, വയനാട്, അവിടെയൊക്കെ ആയിരുന്നു. അങ്ങനെ മുഴുനീളം ഒരു വേഷമാണോ അതോ? ഇല്ല, മുഴുനീളം ഒന്നുമില്ല. കുറച്ചുണ്ട് നായന്റെ ചെറുപ്പം, കുറച്ച് കൂടുതൽ ചൈൽഡ്ഹുഡ് അത്യാവശ്യം നല്ലൊരു റോളാണോ? അല്ലാതെ ഗ്രാനിയില് മെയിൻ റോളാ ഫുൾ മൂവിയിൽ ഞാൻ. ഇത് അതിനേക്കാളും അതിന്റെ ഹാഫ്. എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് എന്താണ്? ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ഡയറക്ടറാണ്. ഞാൻ വേറെ ഷൂട്ടിനൊക്കെ പോയുള്ള ഡയറക്ടറിനെ പോലെയല്ല, ഫുള്ള് ഫ്രണ്ട്ലി. അത് കിട്ടുന്നില്ല. ഫ്രണ്ട്ലി ഡയറക്ടർ ആയിരുന്നു. പാട്ടൊക്കെ വെച്ച് DJ ഒക്കെ വെച്ചിട്ട് ഞങ്ങള് കാറിലേക്ക് പോകും. എൻജോയിങ് ആയിരുന്നു. പിന്നെ നായികയായിട്ട് റോസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. ചെറുപ്പത്തിലെ നിഹാരി സൂപ്പർ. എത്രയിലായിരുന്നു ഓർമ്മയില്ല അന്ന്. എന്നെക്കാളും പ്രായം കുറവാണ്. ഉണ്ട്. ഞങ്ങള് വേറെ വേറെ ഓഡീഷന് പോകുമ്പോൾ കാണാറുണ്ട്. പാട്ടൊക്കെ ഉണ്ട്. രണ്ടുപേരും പാടാൻ പറ്റുമോ? അല്ല, ഞങ്ങളുടെ സീനിലൊന്നും പാട്ടില്ല. പിന്നെ ആൾക്കാർ ശരിക്കും മോന്റെ ഒരു ഭാഗം എങ്ങനെയാണ്? എന്താണ് പറയുന്നത് കഥയില്? അല്ല, കഥ ഫുള്ള് പറയണ്ട. അല്ല, എല്ലാത്തിലും അതേപോലെ തന്നെയാ. കഥയുടെ കാര്യം പറഞ്ഞ നമ്മൾക്ക് എന്താ അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ എന്റെ ഭാഗങ്ങളൊന്നും പറയാൻ പറ്റില്ല. അങ്കിള് ശരിക്കും അച്ഛനെ പോലെ തന്നെയായിരുന്നു. ശരിക്കും അച്ഛൻ ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ പോകും. പഠിച്ചോ? ആളുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്തൊക്കെ ഉപദേശമാണ് തന്നത്? അങ്ങനെയല്ല, ഞാൻ കണ്ടു പഠിച്ചതാ. ആളുടെ എക്സ്പ്രഷനൊക്കെ വിക്കുള്ളൊരു ക്യാരക്ടറാണ്. അങ്കിള് സൂപ്പറായി ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും വിക്കുള്ള ഒരാളെ പോലെ ഉണ്ടായിരുന്നു. അങ്കിള് പിന്നെ അമ്മ സൂപ്പറായിരുന്നു. അമ്മയും അച്ഛനും ഫ്രണ്ട്ലി തന്നെയായിരുന്നു. പിന്നെ വേറെ ആരായിട്ടാണ് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായത്? പിന്നെ ടിപ്പു, തേജസിന്റെ ഒപ്പം തേജസ് ഈ രംഗ അമ്പാൻ അതേപോലെ അതേപോലെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് വരികയാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? സിനിമ എല്ലാവരും കുടുംബ പ്രേക്ഷകരോട് ഒപ്പം പോയി കാണണം. സിനിമ ഓഗസ്റ്റ് 13 ആണ് 30 ഇറങ്ങുന്നത്. അപ്പോ ഞാൻ വരും. എല്ലാരും വരണം. വന്നാൽ നമുക്ക് കാണാം. പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ രണ്ടുപേരെയും. പിന്നെ ഡയറക്ടർ ഫൈസൽ ഹുസൈൻ സാറാണ്. എഡിറ്ററും ഡയറക്ടിങ്ങും സ്ക്രിപ്റ്റ് റൈറ്റും എല്ലാം ഡയറക്ടറാണ് നമ്മുടെ ഫൈസൽ ഹുസൈൻ സാറാണ്. അപ്പോൾ എല്ലാരും പോയി കാണണം. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ. സിനിമ ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.